ഇവിടെ ശ്രീ പി എം മനോജ് ആദ്യഘട്ടം മുതൽക്കേ തന്നെ മുഖ്യമന്ത്രി മാണിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇവിടെ ഇനിയും ഈ പേരുകൾ പുറത്തു വരാനുണ്ട് എന്ന സൂചനകൾ പല ആവർത്തി ശ്രീ ബിജു രമേശ് നൽകി കഴിഞ്ഞിരിക്കുന്നു. എൽഗൻ ബിനോയ് അടക്കമുള്ളവർ അത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ, തെളിവുകൾ അടക്കം പുറത്തു കൊണ്ടുവരാനുള്ള സാധ്യതകൾ പറയപ്പെടുന്നു. അത്തരത്തിലുള്ള തെളിവുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. മന്ത്രി കെ ബാബു സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നു. ആ ഘട്ടത്തിലാണ് മാണിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കൂടി മുഖ്യമന്ത്രി എത്തി നിൽക്കുന്നത്. കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നിരീക്ഷണങ്ങൾ വരുമ്പോൾ ഇനിയിപ്പോൾ രാജിവെക്കാതെ മറ്റൊരു അവസ്ഥയില്ല എന്ന ഘട്ടത്തിൽ മാണി എത്തി നിൽക്കുമ്പോൾ ആ കാര്യങ്ങൾ എങ്ങനെയാണ് പരിശോധിക്കപ്പെടേണ്ടത്? തീർച്ചയായും UDF-നെ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ആളുകളെ, കെ ബാബു ഉൾപ്പെടെയുള്ള ആളുകളെ ഭയപ്പെടുത്തുന്നത് ഇതൊരു കൂട്ടുകച്ചവടമായിരുന്നു. ആ കൂട്ടുകച്ചവടത്തിൽ ഒരു പങ്കാളി മാത്രമാണ് കെ എം മാണി. ബാക്കിയുള്ള പങ്കാളികൾ ഇവരൊക്കെ തന്നെയാണ്. അവരുടെ പേര് ഏതെങ്കിലും ഘട്ടത്തിൽ മാണി വിളിച്ചു പറയുമോ, മാണിക്ക് ഈ ഗവൺമെൻറ്റിൽ നിന്ന്, ഉമ്മൻചാണ്ടിയിൽ നിന്ന്, ഗവൺമെൻറ് നേതൃത്വത്തിൽ നിന്ന് മോശമായ പെരുമാറ്റമാണ് ലഭിക്കുന്നത് എന്നൊരു തോന്നലുണ്ടായാൽ തങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമോ എന്ന ഭയം, ഭീതി അത് ഈ ഗവൺമെൻറ്റിനെ നയിക്കുന്ന ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ആളുകൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കപിൽ സിബലിനെ കൊണ്ടുവന്ന് കാശ് ചെലവാക്കിയെന്നല്ലേ. നേരത്തെ സ്വകാര്യ അഭിഭാഷകരിൽ നിന്ന്, പരാശരൻ എന്തൊക്കെയോ പേരുള്ള 1-2 അഭിഭാഷകരിൽ നിന്ന് ലക്ഷങ്ങൾ മുടക്കി മാണിക്ക് വേണ്ടി ഈ നിയമോപദേശം വാങ്ങി. അത് തന്നെ കോടതിയുടെ പരാമർശ വിധേയമായി. ഇപ്പോഴായോന്നറിയില്ല. നേരത്തെ അതായത് അസ്വാഭാവികമായ തിടുക്കവും വ്യഗ്രതയും അതുപോലെ തന്നെ പണവും സമ്പത്തും ചെലവിട്ടുകൊണ്ടാണ് മാണിയെ രക്ഷിക്കാൻ ഇതുവരെ ശ്രമിച്ചത്. ആ ശ്രമമാണ് ഇപ്പോൾ തകർന്ന് കുത്തി വീണിരിക്കുന്നത്. ഇപ്പം ടി.എൻ. പ്രതാപൻ പറഞ്ഞല്ലോ മാണി രാജിവെക്കണമെന്ന്. എനിക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വിശ്വാസമില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വാസ്യത ഇല്ലാത്തതാണ്. കാരണം അദ്ദേഹം ഇരിക്കുന്ന പാർട്ടി, ആ പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയാണ് ഇതുവരെ മാണിയെ സംരക്ഷിക്കാൻ ഈ കാര്യങ്ങളൊക്കെ, അതായത് വ്യവസ്ഥാപിതമായ നിയമ ഉപദേശ സംവിധാനങ്ങളെ പോലും മറികടന്ന് സ്വകാര്യ അഭിഭാഷകരെ ലക്ഷങ്ങൾ മുടക്കി അവരുടെ അഭിപ്രായം തേടി മാണിക്ക് വേണ്ടി കോടതിയിലെത്തിയതും നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് മാണിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതും ഇവരൊക്കെ തന്നെയാണ്. അതിൽ ശ്രീ ടി.എൻ. പ്രതാപനും അദ്ദേഹത്തിൻ്റെ നേതാവ് VM സുധീരനും പങ്കാളിത്തമില്ല എന്ന് പറഞ്ഞ് അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അവരുടെയൊക്കെ ഒരു കച്ചവടത്തിൻ്റെ അന്ത്യമാണ് ഈ കോടതി വിധിയിലൂടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കോൺഗ്രസ് ആകെ മാണിയോടൊപ്പം, മാണിയെ സംരക്ഷിക്കാൻ നിന്ന മാണിയുടെ പാർട്ടിക്കാർക്കൊപ്പം കോൺഗ്രസ് ആകെ ജനങ്ങൾക്ക് മുന്നിൽ ഉത്തരം പറയേണ്ട അവസ്ഥയാണ്. നേരത്തെ സഖാവ് MA ബേബി പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടിയാണ് മാണിയോടൊപ്പം നിൽക്കുന്ന കൂട്ടുപ്രതി. ആ കൂട്ടുപ്രതിയെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് ആണ്. ഈ പാർട്ടിയാകെ, മുന്നണിയാകെ ഇതിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. അത് മറന്നുകൊണ്ട് ടി.എൻ. പ്രതാപൻ ഇപ്പോൾ രാവിലത്തെ സാഹചര്യമല്ല, വൈകുന്നേരത്തെ സാഹചര്യം, അതുകൊണ്ട് ഇപ്പം മാണി രാജിവെക്കണം എന്ന് പറയുന്നതിൻ്റെ കാപട്യം, ആ കാപട്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. യെസ്, അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഒരു പക്ഷേ ഇവിടെ ഒരു ഘട്ടത്തിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ, അതോടൊപ്പം തന്നെ രാജി ആവശ്യങ്ങൾ ഘടകകക്ഷികൾക്ക് ഉള്ളിൽ നിന്ന് ഉയരുന്നു, പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് ഒക്കെ മാണി പോകുന്നു, സർക്കാർ പോകുന്നു. ആ ഘട്ടത്തിലാണ് കപിൽ സിബലിനെ ഇറക്കി ഇത്രയേറെ വലിയ ശക്തമായ രീതിയിൽ കാര്യങ്ങൾ പ്രതിരോധിക്കാനായി നോക്കിയത്. ഈ കാര്യങ്ങൾ കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആക്കി ഒരു പക്ഷേ വിജിലൻസ് കോടതിയുടെ വിധിയോട് ചേർന്ന് നിന്നുകൊണ്ട് അന്വേഷണത്തിലേക്ക് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്ര വലിയൊരു തിരിച്ചടി ഉണ്ടാകുമായിരുന്നോ? തീർച്ചയായും ഉണ്ടാകുമായിരുന്നില്ല. ആ വിജിലൻസ് കോടതി വിധി വന്ന ഉടനെ തന്നെ മാണി രാജിവെക്കുകയും നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയുകയും ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ സോളാർ കേസൊക്കെ ഈ കുറ്റവാളികളെ എടുത്ത അനുഭവമുണ്ടല്ലോ. 164 സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടെ മാനിപ്പുലേറ്റ് ചെയ്യുകയും ജയിലിനകത്ത് ചെന്ന് മൊഴി മാറ്റുകയും കത്ത് മുക്കുകയും അങ്ങനെ കുറ്റവാളികളെ രക്ഷപ്പെടുത്തുകയും ചെയ്ത UDF ഗവൺമെൻറ്റിന്, ഉമ്മൻചാണ്ടിക്ക് ഇതുപോലെ മാണിയെ രക്ഷിക്കാനുള്ള സാഹചര്യവും ഒരുങ്ങുമായിരുന്നു.